സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 33:18 മുതൽ 21 വരെ. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 33-ാം സങ്കീർത്തനത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വേദഭാഗത്ത് ഒരു ഭക്തന്, ഒരു ദൈവ പൈതലിന്, ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യന് ദൈവം നൽകുന്ന ചില നന്മകളാണ്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ദൈവത്തിൻ്റെ ദൃഷ്ടി അവിടുത്തെ ഭക്തന്മാരുടെ മേൽ ഇരിക്കുന്നുവെന്ന് ആദ്യമായി നാം കാണുകയാണ്. തൻ്റെ അഥവാ ദൈവത്തിൻ്റെ ദയയ്ക്കായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കും. എന്തിനാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ പതിയുന്നത്? അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ, അവരെ ക്ഷാമത്തിൽ ജീവനോടെ രക്ഷിച്ച് കാത്തു സൂക്ഷിക്കുവാൻ, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ കൃപാദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ അവിടുന്ന് വച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം ദൈവത്തിനായി, അതെ, ജീവനുള്ള ദൈവത്തിനായി തന്നെ കാത്തിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ദൈവത്തിനായി കാക്ഷിക്കുന്ന, ദൈവത്തിനായി ദാഹിക്കുന്ന, വിശക്കുന്ന ആ ഒരു അനുഭവം, അതിനെ ദൈവത്തിനായി കാത്തിരിക്കുന്ന അനുഭവം എന്ന് പറയാം. ആ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മുടെ സഹായവും പരിചയം ആയിത്തീരും. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ഈ മുഴുപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവം. നമ്മുടെ ഹൃദയം സന്തോഷിക്കുവാൻ, നമ്മുടെ മനസ്സ് ആനന്ദിക്കുവാൻ നമുക്കാവശ്യമായിരിക്കുന്നത് ദൈവാശ്രയമാണ്. ഒരു വലിയ സമൂഹം എപ്പോഴും സന്തോഷമില്ലാതെ, ആനന്ദമില്ലാതെ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സ്വാതന്ത്ര്യമില്ലാതെ, ആശ്വാസമില്ലാതെ കണ്ണുനീരൊഴുക്കുന്നുണ്ട്, നെടുവേർപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഇവിടെ നാം വായിച്ചു കേട്ട തിരുവചന വേദഭാഗത്തിൻ്റെ രത്നച്ചുരുക്കം, ദൈവം എല്ലായ്പ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ കൃപാദൃഷ്ടി എല്ലായ്പ്പോഴും മർത്യരുടെ മേലുണ്ട്, പ്രത്യേകിച്ച് ഭക്തന്മാരുടെ മേലുണ്ട്. മനുഷ്യരായ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആ ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുക എന്നുള്ളതാണ്, ഹൃദയം ഉയർത്തുക എന്നുള്ളതാണ്. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ദൈവം അതിൻ്റെ ഉള്ളിലാക്കുന്നവനാണ്. അതെ, രക്ഷയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നവൻ, രക്ഷയുടെ ആനന്ദത്തിലേക്ക് കൊണ്ടുവരുന്നവൻ, രക്ഷയുടെ ആനന്ദം നൽകുന്നവൻ. ആ ദൈവം നമ്മുടെ സഹായമാണ്, പരിചയമാണ്. പരിചയുടെ
ഉപയോഗം നമുക്കറിയാമല്ലോ. ശത്രുവിൻ്റെ എല്ലാ ഉപരോധങ്ങളും ക്രിയകളും പ്രവൃത്തികളും പ്രതിരോധിക്കുക. ദൈവം തന്നെ നമുക്ക് അപ്രകാരം പരിചയമായിരുന്നാൽ നമുക്ക് എത്ര വലിയ ആശ്വാസവും സുരക്ഷയുമാണ് ലഭിക്കുക. ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.